ദീപാവലി ആയാൽ പിന്നെ ഒരു ബഹളം കേട്ടോ. വിളക്ക് വയ്ക്കൽ, പടക്കം പൊട്ടിക്കൽ, പൂത്തിരി കത്തിക്കൽ ഒരു മേളമാണ്. പക്ഷേ ഇത് ഇന്നലെ വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോ ആണ്. ശരിക്കും കലണ്ടറിൽ ദീപാവലി തിങ്കളാഴ്ചയാണ്. അത് ഓർമ്മിക്കാതെ ആവശ്യത്തിന് കത്തിക്കാൻ കയറിയിട്ട് അപ്പുറത്തെ ദിയയുടെ അമ്മയോട് വിളക്ക് കത്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നാളെയല്ലേ കത്തിക്കേണ്ടതെന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ശരിയല്ലോ, നാളെയാണല്ലോ കത്തിക്കേണ്ടതെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി പിന്നെ വാരി മാറ്റണ്ടെന്ന് കരുതിയിട്ട് കത്തിച്ചേക്കാം കരുതി. എന്തായാലും ദീപാവലിയുടെ തലേ ദിവസം വൈകുന്നേരമാണ് ഇവിടെ പടക്കം പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് കേട്ടോ. എന്നിരുന്നാലും ദീപാവലിയുടെ അന്ന് കത്തിക്കാനും കുറച്ചൊക്കെ മാറ്റി വെക്കും കേട്ടോ. 2 ദിവസത്തെ പൊട്ടിക്കലും ബഹളമാണ് ഇവിടെ ഉള്ളത്. ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ ദീപാവലിയുടെ അന്ന് വൈകിട്ടാണ് കത്തിക്കുന്നത്. മറ്റു ചില വീടുകളിൽ ദീപാവലിയുടെ തലേ ദിവസം വൈകുന്നേരം മുതൽ വെളുപ്പാൻ രാവിലെ വരെ കത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിക്കുന്നത് ദീപാവലിയുടെ തലേ ദിവസം വൈകുന്നേരം മാത്രം കേട്ടോ. അത്രയ്ക്കുള്ള പടക്കം നമ്മുടെ കയ്യിലുള്ളൂ. അല്ല എങ്കിൽ വെളുക്കുന്നത് വരെ കത്തിക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ദീപാവലി പടക്കവും പൂത്തിരിയൊക്കെ കാണാനായിട്ട് കേട്ടോ. ഇവിടെ നെട്ടയത്ത് ഇതൊന്നും അങ്ങനെ വാങ്ങില്ല കേട്ടോ. എല്ലാ വർഷവും അവർ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ വരും, ഇവിടെ വന്നതെല്ലാം കണ്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാ വർഷവും ഇത് തന്നെയാണ് നടക്കാറ്. ഞാൻ ചിക്കനൊക്കെ വെച്ചേക്കും, ചിക്കനും പൊറോട്ടയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പോകാറാണ് പതിവ്. ചിലപ്പോൾ നിന്നിട്ട് നാളെയും കൂടി ഒരു ദിവസം നിന്നിട്ട് പോകും. ഇന്നിപ്പോൾ നാളെയും കൂടി നിൽക്കാൻ കണക്കാക്കിയാണ് വന്നത്. നമ്മുടെ പപ്പിയെ കൂടി കൊണ്ടുവന്നു കേട്ടോ. പടക്കം പൊട്ടിക്കലെല്ലാം തുടങ്ങി. പടക്കം പൊട്ടി എൻ്റെ ഡ്രസ്സിൽ വീണിട്ട് അത് ഓട്ടയായി കേട്ടോ. കരിഞ്ഞു പോയി, ഉരുക്കിപ്പോയി കേട്ടോ. പിന്നെ ചീമയും സച്ചിനും ഒക്കെ വന്നു, എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കനും പൊറോട്ടയൊക്കെ വെച്ച് ഒരു ഡിന്നറെല്ലാം കഴിച്ച ശേഷം എല്ലാവരും നാല് വഴിക്ക് പോകും. എന്നിട്ട് നാളെ വൈകിട്ട് വീണ്ടും ഇതേ പരിപാടി തന്നെ കേട്ടോ. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് വേദയാണ്. പിള്ളേർക്കൊക്കെ അല്ലേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇവിടെ വീടെല്ലാം അടുപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും നല്ല ഭംഗിയുള്ള ഓരോരോ കാര്യങ്ങൾ വയ്ക്കും കേട്ടോ. അപ്പോൾ അവർ വയ്ക്കുന്നത് നമുക്കും കാണാം, നമ്മൾ വയ്ക്കുന്നത് അവരും കാണാം കേട്ടോ. ഉള്ള സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് പകുതി ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. വേദ പകുതിയൊക്കെ പറക്കിയിട്ട് കത്തിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. എന്തായാലും എല്ലാ വർഷവും കത്തിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പുതിയ സാധനങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ ഹെലികോപ്റ്ററും ചിത്രശലഭവും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സ്കൈ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്കൈ ഷോട്ടും ഒക്കെ വെച്ചു അടിപൊളിയായിട്ട് ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവസത്തെ ആഘോഷം കൂടി ഉണ്ട് കേട്ടോ. നാളെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചിക്കൻ കറിയൊക്കെയാണ്. അത് ട്രിവാൻഡ്രത്ത് ചില വീടുകളിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ്. നമ്മുടെ ഇവിടെ ഇതാട്ടോ. രാവിലെ എഴുന്നേൽക്കുക, എണ്ണ തേച്ച് കുളിക്കുക, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയും കഴിക്കുക. ഇതാണ് സ്ഥിരം ഒരു ആചാരം ദീപാവലി ദിവസങ്ങളിൽ. അതുകൂടെ പ്രമാണിച്ചിട്ടാണ് ഈ വൈകുന്നേരം ചിക്കൻ വാങ്ങിച്ച് വയ്ക്കുന്നതും. എല്ലാ വർഷവും ചീമയും സച്ചുവും അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ദിവസത്തെ ദീപാവലി ആഘോഷം കഴിഞ്ഞു. ഇനി നാളെ ഒരു ദിവസത്തെ ദീപാവലി ആഘോഷം, നാളെ മീൻസ് ഇന്ന് രാത്രിയിലത്തെ ഒരു ആഘോഷം കൂടി കഴിഞ്ഞാൽ ഈ വർഷത്തെ ദീപാവലി ആഘോഷം കഴിയും. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം.